വെൽക്കം ടു പ്രീതിസ് മന കിച്ചൻ. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. പെസഹ അടുത്ത് വരികയാണ്. പുളിപ്പില്ലാത്ത അപ്പം നമ്മൾ തയ്യാറാക്കി, അതായത് നമ്മൾ പറയുന്ന ഇൻട്രിയപ്പം എങ്ങനെയാണ് അത് തയ്യാറാക്കിയെടുക്കുന്നതെന്നും അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും നമുക്ക് നോക്കാം. പല നാടുകളിലും പല രീതിയിലാണ് ഈ അപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ചിലർ ചുട്ടെടുക്കും, ചിലർ ആവിയിൽ പുഴുങ്ങിയെടുക്കും, ചിലർ വാട്ടിക്കുഴച്ച് അട പോലെ ഉണ്ടാക്കിയെടുക്കാറുമുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ ഇൻട്രിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. പെസഹ അപ്പം അഥവാ ഇൻട്രിയപ്പം പ്രീതിസ് മന കിച്ചനിലൂടെ നമുക്കൊന്ന് കാണാം. ഇൻട്രിയപ്പത്തിന് വേണ്ട ചേരുവകൾ നമുക്കൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രിയപ്പം പല നാടുകളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്, പല ചേരുവകളുമാണ്. പ്രീതിസ് മന കിച്ചനിലെ ഈ ചേരുവകൾ നമുക്കൊന്ന് കാണാം. അതിനനുസരിച്ച് നമുക്ക് ഈ അപ്പം ഒന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഇൻട്രിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഉഴുന്ന്, പച്ചരി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, വാഴയില വാട്ടിയെടുത്തത്. വാഴയിലയ്ക്ക് പകരം ഫോയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. ഇനി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന അളവ് പറഞ്ഞാൽ, അരി ഈ പാത്രത്തിന് 2 കപ്പ് അരി, ഉഴുന്ന് ഇതിന് 1 കപ്പ് അരി. അതായത് അരി എന്തേരെയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ നേർപകുതി ഉഴുന്ന്. തേങ്ങ അരമുറി തേങ്ങയാണ് ഞാൻ ഇത്രയത്തിലേക്ക് ചേർത്തിരിക്കുന്നത്. അരി നന്നായിട്ട് പൊടിച്ച് മൂപ്പിച്ച് വറുത്തെടുക്കണം. എന്നാൽ കളറ് മാറാനും പാടില്ല. നല്ല വെള്ള കളറിൽ തന്നെ അരി ഇരിക്കണം. കരിഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് നമ്മളിത് മിക്സ് ചെയ്ത് ഒതുക്കി എടുക്കുന്ന തേങ്ങ ഒരുപാട് അരഞ്ഞു പോകരുത്, ഒതുക്കി എടുക്കുകയേ ചെയ്യാവുള്ളൂ. ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ, അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളികൾ, ജീരകം, ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അടയുണ്ടാക്കുന്ന പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്യണം. ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് മുറുകിയും പോകാൻ പാടില്ല. അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പ്രത്യേകം ശ്രദ്ധിക്കുക. ജീരകവും ഉള്ളിയും ചെറിയ ഉള്ളിയും അരച്ച് വെച്ചിരിക്കുന്നത് മുഴുവനോടെ ഒന്നിച്ച് ചേർക്കരുത്. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് അരിപ്പൊടിയും ഉഴുന്നും തേങ്ങയും കൂടെ കുഴച്ചതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കി വേണം അത് പാകപ്പെടുത്തിയെടുക്കാൻ. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ അരി പൊടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്, ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട്, ജീരകം, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടിയിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്നത് മുഴുവൻ ചേർക്കാം. നമുക്ക് കുറച്ച് ഉള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ചത് നമുക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യും. അരിപ്പൊടിയും ഉഴുന്നും ജീരകവും എല്ലാം കൂടി നന്നായിട്ട് ഞാൻ കുഴച്ച് കഴിഞ്ഞു. ഞാൻ ഇതിനകത്ത് അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല, കാരണം ഞാൻ കൃത്യം പാകത്തിനാണ് ഞാൻ അരച്ച് വെച്ചിരുന്നത്. ഇനി ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് അട പോലെ പരത്താൻ പറ്റാതെ വെള്ളം കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മിക്സിയിലെല്ലാം കൂടെ ഒന്നിച്ചടിച്ച് പാത്രത്തിൽ ഒഴിച്ചുണ്ടാക്കുക. ഇല്ലെങ്കിൽ ഒരു ലേശം മാത്രമേ കൂടിപ്പോയിട്ടുള്ളെങ്കിൽ നിങ്ങൾ കൂടുതൽ പൊടി ആഡ് ചെയ്ത് അതിനെ നമ്മൾ അട ഉണ്ടാക്കുന്ന പരുവത്തിന് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇലയിലേക്ക് ഇത് ഉരുട്ടി ഓരോ ബോളാക്കി എടുത്ത് വെച്ച് നമുക്ക് പരത്തി അട ഉണ്ടാക്കാം. നമുക്കൊരു 3 അപ്പം ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഒത്തിരി വലുപ്പത്തിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഉരുട്ടുക. ഇല വാട്ടിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. കയ്യിൽ ഒരല്പം വെള്ളം തൊട്ട് പരത്തിയാൽ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കും. ഒരുപാട് കനമില്ലാണ്ട് പരത്തിയെടുക്കുക. ഇനി നമുക്കിനി ഇല മടക്കാം.
ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രിയപ്പത്തിന് ഇല മടക്കുന്നത്. അതിനുശേഷം ഇതിങ്ങനെ കെട്ടി വയ്ക്കുന്നവരുമുണ്ട്. ഇതിവിടെ ഇരിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ ഇതിന് കെട്ടി വയ്ക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രിയപ്പം തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്കത് പുഴുങ്ങിയെടുക്കാം. ഇൻട്രിയപ്പം ഉണ്ടാക്കിയത് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ തട്ട് കമഴ്ത്തിയിട്ടതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് അപ്പം അടുക്കി വെച്ചിരിക്കുന്നത്. 3 അപ്പമാണ് ഞാൻ അത്രയും പൊടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പം എന്തായാലും തുറന്ന് നോക്കാം. ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇലയ്ക്ക് എവിടെയെങ്കിലും പച്ചപ്പുണ്ടെങ്കിൽ അത് വെന്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇല നന്നായിട്ട് താഴത്തേതും നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു ട്രേയിലേക്ക് അത് മാറ്റാം. നമ്മുടെ ഇൻട്രിയപ്പം റെഡിയായി കഴിഞ്ഞു. മറ്റുള്ള ഇൻട്രിയപ്പത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണിത്. ഒരുപാട് അരച്ച് കളയാതെ, തേങ്ങ ഒതുക്കിയിടുക, ഒത്തിരി അമക്കി ഹാർഡാക്കി കളയാതെ സോഫ്റ്റായിട്ട് നമ്മൾ അപ്പം പരത്തി വയ്ക്കണം. ഇത് നല്ല മയമുള്ള അപ്പമാണ്. ഞാൻ സാധാരണ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഉഴുന്ന് ഒരു ലേശം മാത്രം ചേർത്ത് ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ ജീരകം, ഉള്ളി അതൊക്കെ 2 3 മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന രീതിയാണിത്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇൻട്രിയപ്പം ഉണ്ടാക്കി ധാരാളം പേർ കഴിച്ചിട്ടുമുണ്ട്. അവർക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ജീരകം, വെളുത്തുള്ളി, ഉള്ളി അവ 3ഉം കൂടെ ഒന്നിച്ച് അരച്ചതിന് ശേഷം കുറേശ്ശെ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അളവ് മാറിപ്പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ടേസ്റ്റ് കൂടിയിട്ട് നമുക്കത് കഴിക്കാൻ പറ്റാതെ വരും. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് അത് കുറച്ച് ചേർക്കാം. ചുവന്നുള്ളി, തേങ്ങ നന്നായിട്ട് ചേർക്കണം. അത് ചേർക്കുന്നതാണ് നല്ല രുചിയുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. തേങ്ങ അരച്ചെടുക്കരുത്, ഒതുക്കിയെടുക്കുകയും ചെയ്യാവുള്ളൂ. നമ്മൾ കുരിശപ്പം ഉണ്ടാക്കുന്നതും ഈ സെയിം മെത്തേഡിൽ തന്നെയാണ്. നടുക്കൊരു കുരിശ് വെച്ച് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. നിങ്ങൾക്കിനി അരച്ച് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന അപ്പമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതേ കൂട്ട് തന്നെ നമ്മളൊരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കണക്കിൽ അല്ലെങ്കിൽ വട്ടയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന കണക്കിൽ ലൂസാക്കി എടുത്തതിന് ശേഷം തേങ്ങ അരയ്ക്കുക. ഉഴുന്നരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്തരയ്ക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഇഡ്ഡലി ബാറ്റർ അല്ലെങ്കിൽ വട്ടയപ്പത്തിൽ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ പരുവത്തിനെടുത്ത് പാത്രത്തിൽ ഒഴിച്ച് നടുക്ക് കുരിശ് വെച്ച് പുഴുങ്ങിയെടുത്താൽ മതിയാവും. ഇനി ഇലയിൽ പരത്തി നമ്മൾ അടയുണ്ടാക്കി കുരിശപ്പം ഉണ്ടാക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കുരിശപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒടിയാൻ പാടില്ല എന്നാണ് പറയാറ്. അങ്ങനെ ഭയമുള്ളവർക്ക് പാത്രത്തിലേക്ക് തന്നെ കൈകൊണ്ട് പരത്തി പാത്രം ഇഡ്ഡലിത്തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതിയാവും. ഇനി ഇല കിട്ടാൻ മാർഗമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോയിലിനകത്ത് അട പരത്തി പുഴുങ്ങിയെടുത്ത് ഒരു 2-3 കിഴുത്ത ഇട്ട് കൊടുക്കണം ഫോയിലിലേക്ക്. എന്നിട്ട് അട പരത്തുക, പുഴുങ്ങിയെടുക്കുക. പെസഹ അപ്പം അല്ലെങ്കിൽ ഇൻട്രിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ മനസ്സിലായില്ലേ പല നാടുകളിലും വ്യത്യസ്തമായ രുചികളിലാണ് പെസഹ അപ്പം തയ്യാറാക്കുന്നതെന്ന്. ഞാൻ ഉണ്ടാക്കുന്നതിലും അല്പം വ്യത്യസ്തതയുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പെസഹായ്ക്ക് ഈ റെസിപ്പി ഉപയോഗിച്ച് തയ്യാറാക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ പെസഹ അപ്പത്തോടൊപ്പം വട്ടയപ്പം കൂടി കൊടുക്കാറുണ്ട്. വട്ടയപ്പം ഉണ്ടാക്കുന്നത് വെള്ള വട്ടയപ്പമല്ല, പകരം ശർക്കര ചേർത്തുണ്ടാക്കിയ വട്ടയപ്പമാണ്. അതിൻ്റെ ഒരു പ്രത്യേക രുചിയുമാണ്. വട്ടയപ്പത്തിൻ്റെ കൂട്ടിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെസഹ അപ്പത്തോടൊപ്പം നമ്മൾ പാലും ഉണ്ടാക്കാറുണ്ട്. ആ പാൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നിങ്ങളോട് ഞാനൊന്ന് പറയാം. ഞാനിവിടെ അത് കാണിക്കുന്നില്ല, പകരം പറയുന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. ഫ്രഷ് തേങ്ങ ഇല്ലാത്തവർക്കാണെങ്കിൽ പാൽപ്പൊടി മേടിച്ച് കലക്കിയെടുക്കാവുന്നതാണ്. തിക്കായിട്ടുള്ള പാലാണ് നമുക്കിതിനാവശ്യം. ഒരു 5 പേർക്ക് കഴിക്കാനായിട്ടുള്ള പാലിലേക്ക് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ മതിയാകും. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷമാണെങ്കിലും പിഴിഞ്ഞെടുക്കുക. ശർക്കര അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ഉരുക്കിയെടുക്കുകയോ അരിഞ്ഞ് ചേർക്കുകയോ ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി, ചുക്കുപൊടി അത് രണ്ടും അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇവിടെ നമുക്ക് ചേർക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ ഈ പാലുണ്ടാക്കുമ്പോൾ അതിലേക്ക് ചെറുപഴം, പാളയൻകടുംപഴമോ
പൂവൻ പഴമോ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് അരിഞ്ഞ് ചേർക്കാറുണ്ട്. പാല് നമ്മൾ തിളപ്പിക്കില്ല, പകരം ചൂടാക്കി എടുക്കുകയേ ചെയ്യാറുള്ളൂ. തേങ്ങാപ്പാലും ശർക്കരയും കൂടെ നന്നായിട്ട് ചൂടാക്കണം. തീരെ കട്ടിയില്ലാത്ത പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേശം അരിപ്പൊടി, വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർക്കണം. ചിലർ മൈദ ചേർക്കാറുണ്ട്. മൈദ ചേർത്താലത്തെ കുഴപ്പം കുറച്ച് കഴിയുമ്പോൾ ഇത് കൂടുതലായിട്ട് ചേർത്ത് പോയിട്ടുണ്ടെങ്കിൽ കട്ട കൂടിപ്പോവും. അരിപ്പൊടി ചില സമയത്ത് പാലിനടിയിൽ കിടക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇളക്കിയെടുക്കുക. കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടാക്കി ആവശ്യത്തിന് ശർക്കരയും ഏലക്കാപ്പൊടി, ചുക്കുപൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുക്കുക. ഒരിക്കലും തിളപ്പിക്കരുത്. നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ വാങ്ങാറാകുമ്പോൾ വേണം പഴം ചേർക്കാൻ. പഴം ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് അല്ല മാക്സിമം പോയി ഒരു 5 മിനിറ്റ് നേരം ഇളക്കുകയേ ചെയ്യാവുള്ളൂ. ആ പാലിൻ്റെ ചൂടിലിരുന്ന് ആ പഴം വേകുന്നതായിരിക്കും. ഇങ്ങനെയാണ് പെസഹ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ കുടിക്കുന്ന പാലുണ്ടാക്കുന്നത്. പെസഹ അപ്പത്തിനുള്ള പാലുണ്ടാക്കി നമ്മൾ വാങ്ങി വെക്കാറാകുമ്പോഴാണ് കുരിശുണ്ടാക്കി അതിലേക്ക് ഇടുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലാണ് നമ്മൾ കുരിശുണ്ടാക്കി അതിലേക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.